കേരളത്തിന്റെ മതേതരത്വം മുഴുവനും ഒരു യുവാവിന്റെ നഷ്ടപ്പെട്ടു പോയ നീതിക്കു വേണ്ടി നിലയുറപ്പിക്കുന്ന ഒരു രംഗമാണ് ഷിംജിതയുടെ വിഷയത്തിലെ എക്സ്പെഷ്യലി മുസ്ലിം സ്ത്രീകളുടെ പ്രതികരണത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്കും സഹിക്കാൻ വയ്യാതെ ഒരു യുവാവിന്റെ മാനഭംഗം എങ്ങനെയാണ്, അവന്റെ മാനത്തെ, അവന്റെ അഭിമാനത്തെ അവൻ എങ്ങനെയാണ് കണ്ടിരുന്നത്. അത് നഷ്ടപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യുവാവ് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോലും നിൽക്കാതെ സ്വയം ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളാകാൻ ഒരപ്പൻ ഉണ്ടാകണ്ട, ഒരമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കുകയും വേണ്ട. അതല്ലാതെ തന്നെയാണ് നമ്മളൊക്കെ കർമ്മം കൊണ്ട് പരസ്പരം സഹോദരങ്ങളായി മാറുന്നത്. ദീപക് തൻ്റെ ആരോ ആണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എല്ലാവരും ആ വിഷയത്തിൽ ആത്മാർത്ഥമായി തന്നെ പ്രതികരിച്ചത്. ഇപ്പോഴിതാ വളരെ സ്നേഹത്തോടുകൂടി ജിംഷിദ എന്ന് പറയുന്ന യുവതിയോട് ഒരമ്മയ്ക്ക് പിറക്കാതെ പോയ സഹോദരി എന്ന നിലയിൽ ഒരു മുതിർന്ന സഹോദരിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അവളൊരു മുസ്ലിം സ്ത്രീയാണ് എന്ന രൂപത്തിലുള്ള ഒരു പരിഗണനയും നൽകാതെ കേരളത്തിന്റെ മതേതരത്വം ആ ദീപക് എന്ന സഹോദരനു വേണ്ടി, മകനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന അത്യപൂർവമായിട്ടുള്ള കേരള സ്റ്റോറിയാണ് നമ്മൾ ഈ കാണുന്നത്. പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇന്ന് ഒരു പുന്നാര മോള് പാവം ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ന്യായീകരിക്കണ കേൾക്കണ്ടേ? ഉള്ള ന്യായീകരണത്തിലേക്ക് പോകും. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേർത്ത വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. വീഡിയോയ്ക്ക് മുമ്പിൽ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടായിരുന്ന പെൺകുട്ടി പരാതിയുമായിട്ട് വന്നിട്ടുമുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിനെന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും റിപ്പീറ്റ് ചെയ്തല്ല മോളെ, നീ മുലയുമായിട്ട് അവന്റെ പുറകെ പോയതാ ഓരപ്പിക്കാൻ. പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല. ഈ സ്ത്രീ അവളെ എന്തോന്ന് വിളിക്കണം, പലരും എല്ലാം വിളിച്ചു കഴിഞ്ഞു. അവരവരെ മനസ്സിനകത്തെ വേദന ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞു. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇവൾ ഇല്ലാതാക്കി, ഇവൾ കൊന്നുകളഞ്ഞു. ദീപക് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയാണ്. ടെക്സ്റ്റൈൽസിൽ സെയിൽസ് മാനേജർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. പയ്യന്നൂരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ വെച്ചിട്ടാണ് ഈ ഒരു മറ്റേ മോള് ദീപക് കയറിയ ബസ്സിൽ കയറുന്നത്. ഇവളെ പേര് പറയാം, ഷിംജിത മുസ്തഫ. അത്യാവശ്യം തള്ളുള്ള ബസ്സായിരുന്നു. അയാൾ ഇങ്ങനെ കമ്പിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവളെ വശത്തോ ഇവള് നിൽക്കുന്ന സൈഡിനോട്ട് പോലും അയാളെ ശരീരം തൊടുന്നില്ല. അത് നമുക്ക് ആ വീഡിയോയിൽ തന്നെ മനസ്സിലാവും. എവള് നിൽക്കണതോ ഇയാൾ ഇങ്ങനെയാണ് നിൽക്കണ, സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കണ. ഇപ്പൊ എവള് അയാളെ ഒട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴാരെ പക്ഷത്താണ് തെറ്റ്? അയാൾ തിരിഞ്ഞാണ് നിൽക്കുന്നത്, അങ്ങോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പൊ എവളെ സാമാനം എല്ലാം കൂടെ കൊണ്ടിട്ട് ഒരച്ചും കൊണ്ട് അയാളെ ശരീരത്തിൽ ഒരയ്ക്കുന്നുണ്ട്. അപ്പൊ ആരാണ് അവിടുത്തെ തെറ്റുകാരൻ? എവളല്ലേ? ഈ പാവ മനുഷ്യനാണ് ആ തെറ്റുകാരൻ. ഈ സ്ത്രീ, അപ്പൊ ഇതിന്റെ ഈ ആളിന്റെ ബേക്കിലും, അതായത് എവളെ ബേക്കിലും നിൽക്കുന്ന ഒരു സ്ത്രീ, അതാണ് അവൾ പറഞ്ഞത്. ആ സ്ത്രീക്ക് ഇഷ്ടമല്ലാത്ത രീതിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എന്ന്. ആ സ്ത്രീ നിൽക്കുന്നത് നല്ലതുപോലെ കാണാം. ഇവള് വന്ന് കേറിയ ഉടനെയാണ് ഇവള് വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ടാണ് ബേക്കിൽ നിൽക്കുന്ന ആ സ്ത്രീ ആയിരുന്നാലും ബാക്കിയുള്ളവർ അങ്ങോട്ട് നിൽക്കുന്നവരായിരുന്നാലും നോക്കുന്നത്. ഇയാൾ സത്യം പറഞ്ഞാൽ ഇയാൾ ഒന്നും നോക്കുന്നില്ല. ഇവള് പച്ച കള്ളോണ് പറയണത്. ഈ എന്തരച്ചി മോള് പച്ച കള്ളോണ് ഇവള് വിളിച്ച് പറയണത്. മറ്റേ മോള് നിൽക്കുന്നവരായിരുന്നാലും നോക്കുന്നത്. ഇയാൾ സത്യം പറഞ്ഞാൽ ഇയാൾ ഒന്നും നോക്കുന്നില്ല. ഇവള് പച്ച കള്ളോണ് പറയണത്. ഈ എന്തരച്ചി മോള് പച്ച കള്ളോണ് ഇവള് വിളിച്ച് പറയണത്. മറ്റേ മോള് ഡാഷിട്ട് പറയാം. എടി പുന്നാര മോളെ, എടി നീ ആ കൊണ്ട് വെച്ച് ഉരച്ചത് അയാളാണ് അടി ഉരച്ചത്. ബാക്ക് ടച്ച് നടത്തി. എടി നീ ഫ്രണ്ട് ടച്ച് അല്ലേ എടി നടത്തിയത്? എടി നീ നിന്റെ സാധനം കൊണ്ടിട്ട് അയാളെ കയ്യിൽ ഉരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ പാവം മനുഷ്യൻ ഒരുങ്ങി അങ്ങോട്ട് പോയപ്പോ നീ കുറച്ചുകൂടെ ഞെളിഞ്ഞു ഉരയ്ക്കുന്നുണ്ട് തന്നെടി. എന്നിട്ട് അയാൾ ഇങ്ങനെ അവിടെ ഇറങ്ങാൻ നേരത്താണ് ആ പാവ മനുഷ്യന്റെ കൈയാങ്ങണ്ട ഇവള് ഉരച്ചപ്പോഴത്തേക്ക് അവിടെ എങ്ങാണ്ട് തട്ടിയെന്ന് തോന്നുന്നു. പിന്നെ അത് തട്ടൂലേ? എടി നീ കൊണ്ട് ഞെളിഞ്ഞ് ഇങ്ങനെ നീ അല്ലേ വെച്ചു കൊടുത്തത്? എന്നാ ഒരേ എന്ന് പറഞ്ഞു. എന്നാ പിടി എന്ന് പറഞ്ഞു വെച്ചു കൊടുത്ത നീ തന്നെ. എടി മോളെ, നീ എന്നെ പിടിക്കാൻ വെച്ചു കൊടുത്തത്? പിന്നെ നീ എന്തിനടി പറയണത്? ഇതുപോലെ ഒരു സ്ത്രീകളെ സ്ഥിരം പരിപാടിയാണ്. ഈ ബസ്സിനകത്ത് കയറിയിട്ട് ഈ സത്യം പറയാലോ, ആണുങ്ങളാ, എല്ലാ സ്ത്രീകളും അല്ല,
ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട്. എന്തിനാണ് അവർക്കൊക്കെ എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ച് പിടിച്ചുകൊണ്ട് ഇവളൊക്കെ കൊണ്ടുവന്ന് അപ്പോഴേ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇവളെ പബ്ലിക് ആക്കിയാണ്. ഇവള് ഇൻസ്റ്റയിൽ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ നാണം കെടുത്തിക്കത്തക്ക രീതിക്ക് ഇവള് വന്നുകൊണ്ട് ഇവള് പോസ്റ്റ് ചെയ്തു. ഈ സാധനം കൊണ്ടുവന്ന് ഇവളാണ് ഉരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇവള് കൊണ്ടുവന്ന് ഇവള് പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്ത് ഇവക്ക് 9,000 ഫോളോവേഴ്സ് ഉള്ള ഒരു സ്ത്രീ പെട്ടെന്ന് കത്തിക്കയറി 11K ഫോളോവേഴ്സ് കഴിഞ്ഞു. ഇവള് എന്തുകൊണ്ടാണ് ഇത് പോസ്റ്റ് ചെയ്തത്? ഈ സാധനം ഇവള് പോസ്റ്റ് ചെയ്തിട്ട് ഇവള് വീണ്ടും ഇവളിട്ട്, ഇത് വെള്ളിയാഴ്ച കണ്ട് നടന്ന സംഭവമാണ്. വീണ്ടും ഇവള് പോസ്റ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോ അതും കയറി എന്ന് കട്ടയും വീണ്ടും ഇവള് പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവള് നല്ലതുപോലെ ഇവള് വന്നിരുന്നു കൊണ്ട് സുഖമായിട്ട് ഇവള് എന്ന് പറയുന്നു. അവന്റെ വീട്ടുകാരും അറിയണം, ബന്ധുക്കാരും അറിയണം, എല്ലാവരും അറിയണം, നാട്ടുകാർ മൊത്തം അറിയണം. അവനെ നാണം കെടുത്ത്. എടി നിന്നെ എന്തേലും ചെയ്തടി, എടി നീ അല്ലേടി ഉരച്ചത്, എടി അയാൾ അവിടെ നിന്ന് ബഹളം വെച്ചിരുന്നെങ്കിലാ ഇവൾ എന്നെ പീഡിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ആണായതുകൊണ്ടാണ് അടി എന്തരച്ചി മോളെ, സത്യം പറയാലോ, വിഷമം കൊണ്ടാണ് പറയണത്. ഇപ്പൊ ഈ ഇടയ്ക്ക് വേറൊരു സ്ത്രീ ഉണ്ടായിരുന്ന, ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട്, അവളും ബസ്സിനകത്ത് കയറിയിട്ട് വേറെ ഏതോ ഒരു കിളവന അവിടെ അടുത്താങ്ങാണ്ട നിൽക്കുക. അയാൾ ഒന്നും ചെയ്തില്ല. അതും അവളെ എന്തര ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് പോസ്റ്റ് ചെയ്ത്. ഭാഗ്യം പോലെ ആ മനുഷ്യനൊന്നും ചെയ്തില്ല, ആ മനുഷ്യൻ മരിച്ചില്ല. ഇതങ്ങനെയല്ല, നല്ലൊരു മനുഷ്യനായതിന്റെ പേരിലാണ് അയാൾക്ക് വേറെ ഒരു തെറ്റായ രീതിക്ക് അയാളെ നാട്ടിൽ തിരക്കിയ നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നാകെ പ്രതികരിക്കുകയാണ് ജനങ്ങള്. എവളെ പിടിച്ച് അകത്തിടണം. ഇങ്ങനെയുള്ള ഈ മറ്റേ സ്ത്രീയാ, ഇവളെ ഇങ്ങനെ ആളുകൾ പിടിച്ച് നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇവള് ഇങ്ങനെ പിടിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത്. അയാൾ പിടിക്കണില്ല, അയാൾ ഒതുങ്ങി പോണു. മാന്യായ രീതിക്കുള്ള ഒരു മനുഷ്യൻ ഒതുങ്ങി പോണു. എന്നിട്ട് ഇവള് പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഇവളെന്തോ സൈക്കോളജിസ്റ്റാ, മുസ്ലിം ലീഗിന്റെ മെമ്പർ അങ്ങാണ്ടൊക്കെ ആയിരുന്നു. ഇവൾ അതിന്റെ അഹങ്കാരമാണ് അവൾ കണ്ടത്. നീ എന്തേലും കോപ്പിലെ മെമ്പർ ആയിരുന്നാലും, നീ എന്തേലും സൈക്കോളജിസ്റ്റ് ആയിരുന്നാലും, നിനക്ക് വിവരം ഉണ്ടാടി. നീ കുറെ ഇംഗ്ലീഷ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നീ പറയുന്നത്, നീ മലയാളത്തിൽ പറഞ്ഞാൽ പോരായിരുന്നു. എന്തിന് ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ പോയത്? വിവരം കെട്ടവളെ. ആ മനുഷ്യന്റെ കൂട്ടുകാരൻ പറയണം, വാക്ക് കേൾക്കണം. ആ പയ്യക്കാരെയാണ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് പറയണ വാക്ക് കേൾക്കണം. ഈ എന്തരച്ചി മോളെ വെറുതെ വിടരുത്. ഇവക്ക് നല്ല ശിക്ഷ ഉണ്ട്. എവള് ഒളിവിലാങ്ങാണ്ടാണ് ഇവളെ ഒളിവിൽ പിടിച്ച് വെച്ചിരിക്കുന്നത്. എടി നീ ഈ ഇവിടെ വെച്ച് നീ അനുഭവിച്ച് നിന്റെ പിക്കാലങ്ങളായിരുന്നാലും നിന്റെ മൊത്തത്തിൽ അനുഭവിക്കൂടി. ഈ പാവം ഒരു ചെറുപ്പക്കാരനെ നീ കൊലക്ക് കൊടുത്തില്ലേ? ഒരു വക്കീലെ കണ്ട് സംസാരിക്കാൻ നീ വക്കീലെ നമ്പർ ആയിരിക്കും നീ ഇതാക്കിച്ചോന്നൊക്കെ പറഞ്ഞാണ്. ഞായറാഴ്ച നമുക്ക് എന്തായാലും സംസാരിക്കുക, വിഷയം സംസാരിക്കുക. തൽക്കാലം നീ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണ്ട. നീ വീട്ടിലിരുന്നോ? ഇത് വൈറലായതല്ലേ? ഇപ്പൊ മാനേജർക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ആ സ്ത്രീ ഇട്ട് വൈറലാക്കി. ആ പെണ്ണുമുള്ള ഇട്ടിട്ട് സോഷ്യൽ മീഡിയ ഇൻസ്റ്റ വഴി ഈ പെണ്ണുമുള്ള ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട് ഇയാളെ പറ്റി, ഇയാള് ഇങ്ങനെ നിക്കണത് അവളെ അമ്മിണിയിൽ ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തിയായിട്ടുള്ള അവളാണ് കൊണ്ടുവച്ച് ഉരച്ചത്. പാവപ്പെട്ടവന്റെ പുറത്ത് പിടി എന്ന് പറഞ്ഞ് നിന്ന് കൊടുത്തവള്. പക്ഷെ ആ മനുഷ്യൻ അങ്ങോട്ട് പോണു. അയാൾ തിരിഞ്ഞ് പിടിക്കാൻ കടി മൂത്തതാണ്. എന്നിട്ട് അത് വൈറലായപ്പോഴത്തേക്ക് ആ പാവം കൂട്ടുകാരനാണ് ഇയാൾ അങ്ങ് വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെ വൈറലായി പോവല്ലേ. അങ്ങനെ കണ്ട് കൂട്ടുകാരന്മാരായിരുന്നാലും കണ്ട്. അപ്പൊ പറഞ്ഞ് നീ ഒന്ന് സമാധാനപ്പെട്. അപ്പോഴേക്കാണ് എവള് ഈ തന്റേരി മൂദേവി അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്ത്. ഈ മൂദേവി അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്ത് കയറി വൈറലായി പോവേന്നു. നീ ആരെ കാണിക്കാടി പോസ്റ്റ് ചെയ്തത്? ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞത്. ആ മനുഷ്യനെ കൊല്ലുക എന്നത് തന്നെയായിരുന്നു ഇവളുടെ ലക്ഷ്യം. ഒരു വീഡിയോ ഇട്ടു, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി റീച്ചായി 23 ലക്ഷം ആളുകൾ കണ്ടു. 9,000 ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് 11,500 അപ്പോൾ ഇവള് വിചാരിച്ചു അടുത്ത വീഡിയോ ഇടാൻ സമയമായി. അങ്ങനെയാണ് 7 വീഡിയോ എഡിറ്റ് ചെയ്തെടുത്തു വെച്ചത്. അല്പാൽപമായി ഇഞ്ചിഞ്ചായി ആ യുവാവിനെ കൊല്ലാൻ വേണ്ടി. ഇവർ പറയുന്നത് തന്നെ, ഈ സിസ്റ്റർ പറയുന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള പ്രതികരണം. ഇവൾക്ക് കടി മൂത്തതാണ് കൊണ്ടുപോയി ഉരപ്പിച്ചത്. വൈറലായി പോവേണം. ഇനി ആരെ കാണിക്കാടി പോസ്റ്റ് ചെയ്തത്? എന്തെങ്കിലും തരത്തിലുള്ള സംസാരം വരണമെന്നുള്ള രീതി നമ്മൾ അവിടെ നിന്ന് നിൽക്ക്. നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം. വന്നിട്ട് ഞങ്ങൾക്ക് അഡ്വക്കേറ്റിനെ കാണാം, സംസാരിക്കാം, ലീഗലായിട്ട് പ്രോസീജ് മുന്നോട്ട് പോകാന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ആക്കി. ടയർഡ് ആയതുകൊണ്ട് രാവിലെ ഞായറാഴ്ച ദിവസമാണ്, ലീവുള്ള ദിവസം, ആ കോളേജ് ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നത്. കൂട്ടുകാരൻ പറഞ്ഞാണ് നമുക്ക് നീ വിഷമിക്കണ്ട, ഈ ദീപകിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, നീ വിഷമിക്കണ്ട, അതിന് സാരമില്ല, നമുക്കൊരു അഡ്വക്കേറ്റിനെ കാണാം എന്താണെന്ന്. അവൾ അങ്ങനെയല്ലേ പ്രസംഗിക്കുന്ന വീഡിയോ ഇട്ട് അവൾ പ്രസംഗിക്കണത്. അവളെ പ്രസംഗം ഇന്ന് രാവിലെ ഫോൺ 6 മണി അലാറം ഫോൺ ഓൺ ആയാണ് എനിക്ക് കോൾ വരുന്നത്. ഇങ്ങനെ സംഭവിച്ചു നടത്തി. ഇവനാണെങ്കിൽ ഇവിടെ ആ അച്ഛനമ്മ മാത്രമേ, പ്രായത്തിലുള്ള അച്ഛനമ്മ മാത്രമേ, വേറെ ഒരു റിലേറ്റീവ് ഇല്ല. അവർ രണ്ടും അവന് മാത്രമേ താമസിക്കുന്നുള്ളൂ, വേറെ ആരില്ല. പിന്നെ എന്ത് സഹായം കാര്യം കണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും, റൂട്ട് പോയിട്ട് ഞങ്ങൾ വിളിക്കും, ഞങ്ങളുടെ അടുത്തുള്ളവരാണ് വേറെ വരും. അങ്ങനെയുള്ള ഇതാണ്. ഇതിങ്ങനെ ഒരു സംഭവം എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ എന്ത് പ്രവൃത്തി ആരും ചെയ്തതായാലും അത് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇവളെ പിടിച്ച് അകത്തിടണം. ഇനി കുറെ പാർട്ടിക്കാരെന്ന് പറഞ്ഞ് സഹായിക്കാനായിട്ട് ചെല്ലണ കുറേമാര് കാണും. ഇവളെ ഈ മൂദേവിയെ പിടിച്ച് അകത്തിടുക തന്നെ വേണം. 2-3 വീഡിയോ ആണ് ഇവള് ഈ തന്റേടി പോസ്റ്റ് ചെയ്തത്. ഈ ദീപക് എന്ന് പറയുന്ന മനുഷ്യൻ വെറും പാവപ്പെട്ട മനുഷ്യനാണ്. ഒരു തുശീലോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. അയാളെ കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും പ്രായം ചെന്നവരാണ്. അവരെ നോക്കണ ഈ ഒരേ ഒരു മകനേ ഉള്ളൂ. ഈ മകനാണ് അവരെ നോക്കണത്. ഭാര്യ ഒരു കുട്ടിയാങ്ങാണ്ട് എടി നീടി തന്റെ നിന്റെ സ്വത്തെല്ലാം കൂടെ അങ്ങ് എഴുതി വെയ്യടി, നിന്റെതെല്ലാം കൂടെ അങ്ങ് എഴുതി കൊടുക്കും. എന്നിട്ട് നീയൊക്കെ തെരുവിലിറങ്ങും. അങ്ങനെ വേണം ചെയ്യാൻ. എല്ലാണത്തിനെയും പിടിച്ച് അകത്തിടണം. ഇവളെ സംരക്ഷിക്കാൻ പറഞ്ഞതിനെയും എല്ലാണത്തിനെയും അകത്തിടണം. ഒരു പാവ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിൽക്കണം. അയാൾക്ക് ഇങ്ങനെ ഇങ്ങനെ പോണവന്മാരാണെങ്കിൽ ശരിയാണ്. ബസ്സിനകത്തായിരുന്നാലും ട്രെയിനിനകത്തായിരുന്നാലും ചിലവന്മാർ വൃത്തികേട് കാണിക്കുന്നവന്മാരുണ്ട്. എടി മോളെ നീ പറഞ്ഞ് മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ അത് ഇച്ചിരി അങ്ങോട്ട് നീങ്ങുന്നില്ല. എടി നിന്റെ മര്യാദയുടെ സ്വരത്തിൽ നീ പറയാത്തന്തടി. എടി മോളെ
മറ്റേ മോളെ നീ പറയാത്ത എന്തുകൊണ്ടാണ് അവര് എനിക്കിത് ഇഷ്ടമല്ല പ്രതികരിക്കണ്ടേ? ഒരു അമർഷം രേഖപ്പെടുത്തേണ്ടിയിരുന്നില്ലേ? എന്തേ? അതല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോകാത്തതെന്തേ? അതല്ലെങ്കിൽ കൈവീശി ഒരെണ്ണം കൊടുക്കാത്ത? നമ്മളൊക്കെയും ചോദിക്കുന്നത് ഇതാ. നമ്മുടെയൊക്കെ സാധാരണഗതിയിലുള്ള നോർമൽ പ്രതികരണങ്ങൾ അങ്ങനെയാണ്. ശരി, ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കി എന്ന് പറഞ്ഞാൽ അയാൾ മാറൂലേ? നിന്റെ സാമാനത്തിൽ കൊണ്ടിട്ട് ഉരച്ചെന്ന് നീ പറഞ്ഞു, നിന്റെ സാധനത്തിൽ കൊണ്ടിട്ട് ഉരച്ചെന്ന് പറയണം. എവിടെ അടി ഉരച്ച? നീ അല്ലേടി അങ്ങോട്ട് ഉരച്ചു കൊടുക്കണം. അപ്പോഴും നിനക്ക് ഇത് പിടിക്കണം. നീ അതിനെ കുറച്ചുകൂടെ ഞെളിഞ്ഞാണ് അങ്ങോട്ട് നിന്ന് കൊടുത്ത് അയാളെ ശരീരത്തിലിട്ട് ഉരയ്ക്കണം. നീ നല്ലതുപോലെ ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നു. അപ്പൊ നിനക്ക് ഈ നീ കൊണ്ടിട്ട് ഉരയ്ക്കണത് അയാൾ ഉരച്ചെന്ന് പറഞ്ഞ് നിനക്ക് പോസ്റ്റ് ചെയ്യണം അല്ലേ? അതിനുവേണ്ടി നിനക്ക് വൈറലാവണം അല്ലടി? പലരും നിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ പലരെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഈ ഒരു മനുഷ്യന്റെ മണ്ടയിലും കയറിയത്. നീ പലരെ ഇതുപോലെ ഇങ്ങനത്തെ വൃത്തികേട് പറഞ്ഞ് പല ആളുകളെ നീ കുറിക്ക് നിന്റെ സോഷ്യൽ മീഡിയയിൽ നീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ കാണിച്ചത്. അപ്പൊ നീ എന്ത് പ്രൈവറ്റ് ആക്കി വെച്ചോണ്ട് നടക്കണം? നിനക്ക് പേടിയാവണ? നീ പ്രൈവറ്റ് ആക്കിയിട്ട് നീ ഒളിവിൽ പോയല്ലേ? എടി നീ ആ അച്ഛനും അമ്മ എന്ത് സമാധാനം പറയൂടി? എടി ഒരു മോനാണുള്ളത്, ആ മോനാണടി കൊണ്ട് കൊടുത്തിട്ട് ആ അന്നം കഴിഞ്ഞു പോണത്. ദീപകിന്റെ അച്ഛനും അമ്മയും വയസ്സായ അവരെ സങ്കടം. അവർക്ക് ഇനി ആരുമില്ല, ഈ ഒരു മോനെ ഉള്ളായിരുന്നു. എന്റെ ഭാര്യയുണ്ട്, കൊച്ചുണ്ട്. കഷ്ടം. ഇവരെന്ത് ചെയ്യൂ? നീ ഈ മകനായിരുന്നു നോക്കിക്കൊണ്ടിരുന്ന ആ കുടുംബം. ആയിക്കോട്ടെ, എന്റെ കുട്ടിക്ക് എനിക്കുള്ള രോഗം ഇനി വേറെ അമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എന്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാൻ ഇത് പറയണത്. എന്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ. ഒരു ചീത്ത ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഓരോരുത്തരും മക്കളായിരുന്നാലും അല്ലെങ്കിൽ ഭർത്താക്കന്മാരായിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള കൊലപാതകങ്ങളായിരുന്നാലും സ്വയം മരിക്കുമ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പോഴും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതുപോലെയാണ് ഈ അച്ഛനും അമ്മയും പറയുന്നത്. ഇനി ഒരു നമ്മൾ പറയുന്നത് അതുക്കും മേലെയാണ്. അതായത് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചാൽ ഉടനെ നമ്മൾ കയറി ഇല്ലാതായാൽ ആർക്കാ നഷ്ടം? അവൾക്ക് എന്ത് നഷ്ടം സംഭവിച്ചു? ദീപക്കിനോട് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് അവൾക്കുള്ളത്? ആസ് എ സ്ട്രേഞ്ചർ നമുക്ക് വേണ്ടപ്പെട്ടവർക്കല്ലേ ആ വേദന നമ്മളെ സമ്മാനിച്ചത്? നമ്മുടെ വേണ്ടപ്പെട്ടവരല്ലേ മരിച്ച? ചില ആളുകൾ ഈ പിന്നെ ബ്രേക്കപ്പായി, പ്രേമിച്ചതാണ്, അയ്യോ പ്രണയം ബ്രേക്കായി, രക്ഷയില്ല, പ്രേമിച്ച പെണ്ണ് വേറൊരുത്തൻ്റെ കൂടെ പോയി, കാമുകി പോയി, ഭാര്യ പോയി, എന്ത് കാര്യമുണ്ട്? നമ്മളില്ലാതായാൽ എതിരാളിക്ക് കൂടുതൽ സൗകര്യമാകുവാണ് ചെയ്യുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൂടി വേദനിപ്പിക്കുക. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ വേദന നൽകി പോകുന്നു. അതേ ഉള്ളൂ അതിനകത്ത് സംഭവിക്കുന്നത്. നിഷേർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഇത് സ്ഥിരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവക്ക് അവിടെ പ്രതികരിക്കായിരുന്നു. ഇവക്ക് അല്ലെങ്കിൽ പോട്ട് ഇവള് ഇൻസ്റ്റയിൽ കൊണ്ടുവന്ന ഏതൊരു സാധനം ഉണ്ടാക്കാൻ ഇവള് പോസ്റ്റ് ചെയ്തത്. ഇവക്ക് അപ്പോഴും പറയാറുന്നല്ലോ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കേ എന്ന് പറഞ്ഞാൽ അവിടെ തീരാന്നുള്ളതേ ഉള്ളൂ. ഇവളെപ്പോഴും വൈറലാവാൻ ഇല്ലാത്തൊരു മോനാണല്ലോ. അതിലുള്ള കലാസുകൾ കണ്ട് അപ്പോൾ നമുക്കതൊന്നും കാണാനുള്ള മനക്കെട്ടിയില്ല. എന്തായിരുന്നാലും സ്ത്രീകൾ തന്നെയാണ് ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കേണ്ടത്. സന്തോഷം.